സമസ്തയിലെ ഒരു വിഭാഗത്തിന്റെ എതിർപ്പ് മലപ്പുറത്തും പൊന്നാനിയിലും തെരഞ്ഞെടുപ്പ് വിജയത്തെ ബാധിക്കില്ലെന്ന് മുസ്ലിം ലീഗിന്റെ വിലയിരുത്തൽ. പൊന്നാനിയിൽ 1,00,000-ലധികവും മലപ്പുറത്ത് 2,00,000-ലധികവും ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി. ഷഹദ്, തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഉണ്ടായ വിവാദങ്ങളുണ്ട്. അതിൽ തന്നെ ഏറ്റവും ഒടുവിലായി സുപ്രഭാതം പത്രം കത്തിക്കൽ ഉൾപ്പെടെയുള്ളതുമുണ്ട്. ഇത്തരം വിവാദങ്ങളൊന്നും സമസ്തയിൽ ചിലർക്കുള്ള അഭിപ്രായ ഭിന്നത അതൊന്നും തെരഞ്ഞെടുപ്പ് വിജയത്തെ ബാധിക്കില്ല എന്ന് പറയുമ്പോൾ പോലും വോട്ടിൽ കുറവുണ്ടാക്കും എന്നൊരു വിലയിരുത്തൽ ലീഗിലുണ്ടാകുന്നുണ്ടോ? പ്രധാനമായിട്ടും നമ്മൾ ഇന്ന് മുസ്ലിം ലീഗ് ഇന്ന് ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ടുള്ള ചർച്ച എന്ന് പറയുന്നത് ഈ വിഷയങ്ങളൊക്കെ തന്നെയായിരുന്നു. അതിൽ ഏറ്റവും ഒടുവിൽ ലീഗ് നേതൃത്വം നൽകുന്ന വിശദീകരണം അല്ലെങ്കിൽ ലീഗ് നേതൃത്വം ഇന്ന് എത്തിപ്പെട്ടിട്ടുള്ള ഒരു അനുമാനം എന്ന് പറയുന്നത് ലീഗിനെ സംബന്ധിച്ച് ഒരു തരത്തിലും വോട്ട് ചോർച്ച ഉണ്ടായിട്ടില്ല. മറിച്ച് അതായത് ലീഗിന്റെ എല്ലാ മേഖലകളിൽ നിന്നും ലീഗിന് എവിടെ നിന്നൊക്കെയാണ് വോട്ട് വരുന്നത് ആ മേഖലകളിൽ നിന്നൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള പോളിംഗ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഇത്തവണ പൊതുവെ മണ്ഡലത്തിൽ പോളിംഗ് വളരെ മന്ദഗതിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ബോധപൂർവം അത്തരത്തിൽ പോളിംഗ് വൈകിപ്പിക്കാനുള്ള ഒരു ശ്രമം പലരുടെയും ഭാഗത്ത് നിന്ന് നടന്നു എന്നൊരു ആരോപണം ലീഗ് ഉന്നയിക്കുമ്പോഴും ലീഗിനെ സംബന്ധിച്ച ഈ സമസ്ത തർക്കം ഒരു ഘട്ടത്തിൽ പോലും ആശങ്കക്കിടയാക്കിയിട്ടില്ല എന്ന ഒരു കാര്യമാണ് പ്രധാനമായിട്ടും നേതാക്കൾ പറയുന്നത്. മാത്രമല്ല, പ്രധാനമായിട്ടുള്ള ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് നമുക്കറിയാം, വലിയ രീതിയിൽ സമസ്തയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളൊക്കെ ഉടലെടുത്തിരുന്ന സ്ഥലം എന്ന് പറയുന്നത് പൊന്നാനിയാണ്. പൊന്നാനിയിൽ ഒരു തരത്തിലും വോട്ട് ചോർച്ചയ്ക്ക് ഒരു സാധ്യതയും ഇല്ല. അതോടൊപ്പം തന്നെ ലീഗിന്റെ വോട്ടുകൾ കൃത്യമായിട്ട് അത് മുസ്ലിം ലീഗിന് തന്നെ കുത്തിയിട്ടുണ്ട് എന്നൊരു കാര്യമാണ് പറയുന്നത്. ഇനി എങ്ങാനും വോട്ട് ചോർച്ച ഉണ്ടായാൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വോട്ടിന്റെ ഒരു കുറവുണ്ടെങ്കിൽ അതിൽ 10,000-ൽ താഴെ മാത്രം വോട്ടുകളാണ് കുറയുക എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഭൂരിപക്ഷം, അതായത് പൊന്നാനിയിൽ 1,00,000-ലധികം ഭൂരിപക്ഷം ഉണ്ടാകും എന്നൊരു കാര്യം പറയുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് മലപ്പുറത്ത് അത് 2,00,000 വരെ ആകാനുള്ള സാധ്യതയുമുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലീഗിനെ സംബന്ധിച്ച് ലീഗ് വലിയ ആത്മവിശ്വാസത്തിലാണ്. സമസ്തയുടെ തർക്കങ്ങൾ അത് ഒരു ഘട്ടത്തിലും എവിടെയും ബാധിച്ചിട്ടില്ല. മാത്രവുമല്ല, തെരഞ്ഞെടുപ്പ് ഫലം വന്നാൽ സംസ്ഥാന നേതാക്കൾക്കെതിരെ പ്രതികരണം പാടില്ലെന്ന് നേതാക്കൾക്ക് സാദിഖ് അലി തങ്ങൾ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാന വിഷയത്തിൽ ഒരു കാര്യം കൂടി ഷഹദ്, ഇപ്പോൾ ഈ പൊന്നാനിയുടെ കാര്യം പറയുമ്പോൾ വോട്ട് കുറയാനുള്ള സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തൽ വരുമ്പോൾ അതിൽ ഒരു കാരണം അവിടുത്തെ സ്ഥാനാർത്ഥി ആര് എന്നുള്ളത് കൂടിയാണോ? സമസ്തയുടെ സ്ഥാനാർത്ഥി എന്ന തരത്തിലേക്കൊക്കെ അന്ന് ചില കാര്യങ്ങൾ ഉയർന്നു വന്നിരുന്നല്ലോ. അതിൽ പ്രധാനമായിട്ട് നമ്മൾ ചോദിച്ച ഈ ചോദ്യം നമ്മൾ ഇപ്പോൾ ലീഗ് നേതൃത്വത്തോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ അവർ പറയുന്നത്, അതായത് പ്രധാനമായിട്ടും പോളിംഗിന്റെ കുറവ്, അതായത് ഈ പല വോട്ടർമാരും രാത്രി വൈകിയൊക്കെയാണ് പലപ്പോഴും ഈ പോളിംഗ് ബൂത്തുകളിൽ നിന്ന് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നത്. കാരണം രാത്രി 11 മണി വരെയൊക്കെ ഈ മേഖലകളിൽ പോളിംഗ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആളുകൾ ക്യൂ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഒരു കാരണത്താൽ തിരികെ വീട്ടിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഇത്തരത്തിൽ വോട്ട് ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ അതിൽ കുറവ് വരിക എന്നതിനപ്പുറത്ത് ഈ സംസ്ഥാന തർക്കം ഒരു രീതിയിലും ലീഗിനെ ബാധിച്ചിട്ടില്ല എന്നൊരു ആത്മവിശ്വാസമാണ് ലീഗ് വെച്ചു പുലർത്തുന്നത്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള ക്യാമ്പയിൻ ഏതെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ടെങ്കിലും അത് മുസ്ലിം ലീഗ് പോലെ ഒരു പാർട്ടി ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല. വളരെ കുറഞ്ഞ വോട്ടുകൾ മാത്രമേ അത് ബാധിക്കാൻ സാധ്യതയുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും പോളിംഗിന്റെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് വോട്ടിലെ കുറവ്. സമസ്തയുമായുള്ള അഭിപ്രായ ഭിന്നത അല്ലെങ്കിൽ തർക്കം അത് ഒരു തരത്തിലും തെരഞ്ഞെടുപ്പ് വിജയത്തെ മലപ്പുറത്തോ പൊന്നാനിയിലോ ബാധിച്ചിട്ടില്ല എന്ന മുസ്ലിം ലീഗ് വിലയിരുത്തൽ.